മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. മരണം മൂലം വേർപിരിഞ്ഞു പോയ ഫാദർ ജോർജ് കരിന്തോളിൽ ദീപികാരുണ്യത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതിനെ പറ്റി പറഞ്ഞ ഒരു പഴഞ്ചൊല്ലാണിത്. മുല്ലപ്പൂമ്പൊടിയോട് ചേർന്ന് കിടക്കുന്ന കല്ലിനുമുണ്ടാവും ആ മുല്ലപ്പൂവിന്റെ ഒരു ഗന്ധം, ഒരു സൗരഭ്യം. ദീപികാരുണ്യത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന് പല വിചാരങ്ങൾ വരുന്നു എന്നതാണോ നമ്മുടെ ഓരോരുത്തരെയും ആത്മീയ ജീവിതത്തിന്റെ പരിഭവം? അല്ലെങ്കിൽ ശാന്തമായി ഒന്ന് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഉറങ്ങിപ്പോകുന്നു എന്നതാണോ നമ്മുടെ പരിഭവം? ഭയപ്പെടേണ്ട. ദീപികാരുണ്യമാവുന്ന മുല്ലപ്പൂവിനോട് ചേർന്നിരിക്കുമ്പോൾ കല്ലായ നിങ്ങളുടെ ജീവിതത്തിലും ആ മുല്ലപ്പൂവിന്റെ സൗരഭ്യമുണ്ടാവും. നിങ്ങളുടെ ബലഹീനതകൾക്കപ്പുറം പരിശ്രമങ്ങൾ ഉണ്ടാവട്ടെ. ഇത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാതിരിക്കാനോ പള്ളിയിൽ പോയി അലസനായിരിക്കാനോ ഉറങ്ങാനോ ഉള്ള ഒരു എക്സ്ക്യൂസ് അല്ല, മറിച്ച് ഒരു പ്രിവിലേജാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം. കർത്താവിന്റെ തിരുവചനം പറയുന്നില്ലേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നുവെന്ന്. സ്റ്റേ ട്യൂൺഡ് ടു പ്രവാചകൻ. സ്പ്രെഡ് ഗുഡ്.